അങ്ങനെ നമ്മളെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തടോ. ഈ കണ്ട പ്രോട്ടീൻ ബാർ ആണടോ വിജയികളെ കാത്തിരിക്കണേ. നമ്മളെ സ്കൂളിലും വീട്ടിലൊക്കെ ക്രിസ്മസ് ആഘോഷത്തിന് വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ജിമ്മിലെ പ്രോഗ്രാംസ് ഒക്കെ ഇതുപോലെയാണ് കേട്ടോ. കണ്ടില്ലടോ ഓരോരുത്തരുടെ കഷ്ടപ്പാട്. ഒരു പ്രോട്ടീൻ ബാറിന് വേണ്ടിയിട്ടാണടോ ഇത്ര എഫേർട്ട് എടുക്കണത്. ഓ, എന്തോ ഒരു ഹാർഡ് വർക്ക്. ഇത്ര ഹാർഡ് വർക്ക് വർക്കൗട്ട് എടുക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തടിയൊക്കെ കുറഞ്ഞിട്ട് ഇവർക്കൊക്കെ നിർത്തേനി. ഞമ്മക്ക് പിന്നെ പ്രോട്ടീൻ ബാറിനോട് താല്പര്യമില്ലാത്തോണ്ട് ഇതുപോലത്തെ പരിപാടിക്കൊന്നും നമ്മൾ പങ്കെടുത്തിട്ടില്ല. അല്ലാതെ പിന്നെ കയ്യാഞ്ഞിട്ടാ തോൽക്കുന്നു വിചാരിച്ചിട്ടൊന്നല്ലടോ. നമ്മളെ പ്രോഗ്രാം ഏകദേശം തീരാനായപ്പോ തന്നെ നമ്മളെ കേക്ക് എത്തിടോ. ഇന്നിപ്പോ ആർക്കും ഷുഗർ കട്ടൊന്നും ഇല്ലട്ടോ. ഇങ്ങനൊക്കെ ഒരു കേക്ക് മുന്നിൽ വന്നിട്ട് ഷുഗർ കട്ടാന്ന് ഇരിക്കാൻ പറ്റുമോ? പക്ഷെ കേക്ക് എത്തി 2 മണിക്കൂർ കഴിഞ്ഞിട്ടാ കട്ട് ചെയ്യാൻ കിട്ടിയത്. കാരണം ഫോട്ടോ എടുക്കൽ തന്നെ. അങ്ങനെതാ ഞങ്ങൾ എല്ലാരും കൂടി ആ കേക്കിനാട് കട്ട് ചെയ്ത്. കേക്ക് കട്ട് ചെയ്യാൻ സമയത്തെ നമ്മളെ നേതാവ് മാത്രം വന്നില്ലടോ. പക്ഷെ കട്ട് ചെയ്ത് കഴിക്കാനായപ്പോഴോ ആ കേക്ക് തീരോളം ആ സ്ഥലത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. അപ്പൊ ചോദിച്ചപ്പോ ഒരു മറുപടി, ഞാനേ ഭക്ഷണ സാധനങ്ങളൊന്നും വേസ്റ്റ് ആക്കാറില്ല. എവിടെ എത്ര ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോ അതൊക്കെ ഒന്ന് വേസ്റ്റ് ആവുക. നേതാവിന്റെ ഓരോരോ ഡയലോഗ്. പിന്നെ നമ്മള് സമ്മാനദാനത്തിലേക്കാട് കടന്നേ. അപ്പതാ ഈ കാണുന്ന ഇവരൊക്കെയാണ് കേട്ടോ മത്സരത്തിൽ നമ്മളെ വിജയികള്. കണ്ടില്ല നിങ്ങൾ ഓരോക്കെ സന്തോഷം. വല്ല ദേശീയ അവാർഡൊക്കെ കിട്ടിയ മാതിരിയാണ്. പിന്നെ കൊതി ഉടണ്ടായച്ചിട്ട് ബാക്കിയുള്ളവർക്കും കൊടുത്തു കേട്ടോ സാധനം. നമ്മളെ പ്രധാന പരിപാടിക്ക് എടുക്കടോ അതന്നെ ഗിഫ്റ്റ് എടുക്കലേ. അപ്പൊ ആദ്യം കൊടുത്തത് നമ്മളെ സവിതക്കാണ് കേട്ടോ. ഓളൊന്ന് ഹാപ്പി ആട്ടെ. കണ്ടില്ലടോ നമ്മളെ ബ്യൂട്ടീഷ്യൻ ഈ സമയത്ത് വർക്ക് എടുത്തോണ്ടിരിക്കണേ. ഇത്രക്കും ആത്മാർത്ഥതയോട് കൂടി വർക്ക് ചെയ്യണേ വേറെ ഏതെങ്കിലും ബ്യൂട്ടീഷ്യനെ നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ പറ്റുമോ? ഇല്ല. ഇത് നമ്മളെ ജിമ്മിൽ മാത്രമുള്ളേ. അപ്പൊ നമ്മളെ ബ്യൂട്ടീഷ്യന്റെ വർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ബ്യൂട്ടീഷ്യൻ കമന്റ് ചെയ്യാട്ടോ. പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് അവരവരുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഗിഫ്റ്റ് കൊടുത്തിടോ. എനിക്ക് കിട്ടിയ ഫ്രണ്ട് ആപ്പ ഊപ്പ ആളൊന്നല്ലോ, ഒരു ഡോക്ടറാണേ. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ശ്രദ്ധ. എന്നെ ഫ്രണ്ടായി കിട്ടിയത് നമ്മളെ ക്ഷമിക്കാണ് കേട്ടോ. ഓളൊക്കെ ഒരു ഭാഗ്യം. പിന്നെ അടുത്ത പരിപാടി നമ്മളെ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യലാണേ. ജിമ്മിൽ പോയിട്ട് എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നേടോ നല്ല ഒരുപാട് ഫ്രണ്ട്സിനെ